ഞാനിന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ കേട്ടോ. കുളത്തൂരെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുളത്തൂരെന്ന് പറഞ്ഞാൽ കുളത്തൂർ ദേവീക്ഷേത്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മളുടെ ഒരു സ്വന്തം വീട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്, ആറുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ആറ്റിലേക്ക് പോയി. ഇവിടുത്തെയൊക്കെ ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഇത് ആറ്റിലോട്ടുള്ള വഴിയാണ്, ആറ്റിലോട്ടുള്ള വഴിയാണ്. രണ്ട് വശത്തും റബ്ബർ തോട്ടങ്ങളും. നല്ലൊരു രസമാണ് ഇവിടെ വന്നപ്പം കേട്ടോ. അപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് വീട് വാങ്ങിയതെന്ന് മനസ്സിലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ ആറ്റിലൊന്ന് പോകാമെന്ന് വെച്ചു. ഇവിടെ പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തൂർ ദേവീക്ഷേത്രമുണ്ട് കേട്ടോ. വളരെ പ്രശസ്തിയാർജിച്ച ഒരു ക്ഷേത്രമാണ്. പിന്നെ വരുന്ന വഴിക്ക് കോട്ടാങ്ങൽ പടയണിയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ പടയണിയൊക്കെ കോട്ടാങ്ങലാണ്. ആ കോട്ടാങ്ങൽ പാസ് ചെയ്തിട്ട് അടുത്ത സ്ഥലമാണ് ഈ കുളത്തൂരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ആറ്റിലോട്ട് പോവാൻ എന്ത് രസമാണ് അതൊക്കെ. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ. ആറൊന്ന് കണ്ടിട്ടിങ്ങ് പോരും. ആറ്റി കുളിക്കുന്നൊന്നുമില്ല. ആറ് കണ്ടിട്ടിങ്ങ് പോരാന്ന് വെച്ചു. പിന്നെ ഞങ്ങളൊരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ, പുഷ്പാമ്മയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ അപ്പോൾ പോകാൻ വേണ്ടി വൈകിട്ട് ഞങ്ങളിവിടുന്ന് പുറപ്പെടും. ഇവിടെ അട്ടപ്പാടി, പിന്നെ ഏതാ സ്ഥലം? നെല്ലിയാമ്പതി. അവിടേക്കാണ് ഞങ്ങൾ ടൂറ് പോകുന്നത് കേട്ടോ. നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. അപ്പോൾ വൈകിട്ട് ബസ് വരും. അപ്പോൾ അതിനാണ് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സാണ്. നമ്മളിപ്പോൾ ആറ്റുകടവിലേക്ക് എത്താറായി. ഇവിടെ ആറല്ലേ? അത് ചക്കാലക്കുന്ന് പള്ളിയാണ് കാണുന്നത്. ഏതാ? അതുണ്ട് ആറിനക്കരെ. അതോ? കാണാം. ചക്കാലക്കുന്ന് പള്ളി. ചക്കാലക്കുന്ന് പള്ളി ശരിക്കും കിട്ടുന്നില്ല. അത് കുറച്ച് അതിലെ കൂടി റോഡുണ്ടോ? അത് ആറ്റിനക്കരയാണ്. നമ്മൾ പാലത്തിൽ കൂടെ പോകണം. പാലത്തിൽ കൂടെ വെള്ളം കുറയുവാണെങ്കിൽ ഇതിനക്കരെ കയറാം. ഇപ്പം പിന്നെ ഇങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടായിട്ടില്ല. കുറച്ചുണ്ട്. മിനിഞ്ഞാന്ന് കുറച്ചേറെ ഉണ്ടായിരുന്നെങ്കിലും കിഴക്ക് ഡാമുണ്ട് ഇവിടെ. ഇത് മണിമലയാറ്. പിന്നെ പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ താഴ്വശം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഇരുന്നാൽ കാണാം ഇങ്ങനെ വെള്ളം വരുന്നതും ഒഴുകി തടികൾ പോകുന്നതും എല്ലാം ഭയങ്കര. ഇത് ഞങ്ങൾ കുഞ്ഞിലേ മുതലേ ചാടിക്കളിച്ച് നടന്നിടവാ ഇവിടെ. പിന്നെ ഇവിടെ വരാനുള്ളൊരു യോഗം ഉണ്ടായി. യോഗം അവിടെ ആഴമുണ്ട്. അത് പള്ളിക്കയോ എന്ന് പറയും. ചക്കാലക്കുന്ന് പള്ളി അവിടെ ഉള്ളത് കൊണ്ട് അവിടെ പള്ളിക്കയം എന്ന് പറയും. ഇവിടൊക്കെ ഒത്തിരി മുങ്ങിമരണങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. പിന്നെ ഇതല്ലേ അങ്ങോട്ട് പോണേ, അങ്ങോട്ട് ഇങ്ങോട്ട്. അതാ ഡാമിൻ്റെ അവിടെ ഇത് കെട്ടിയിട്ടുണ്ടല്ലോ, വീടല്ലേ. ഇവിടെ പള്ളിക്കയമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. ഇത് അവിടെയൊക്കെ നോക്കിക്കേ, നല്ല ആഴമുണ്ട്. കുറച്ച് വീതിയേ ഉള്ളെന്ന് പറഞ്ഞാലും നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ. ആ നദി കണ്ടില്ലേ? വെള്ളപ്പൊക്കം ആകുമ്പോൾ ഇവിടെ എല്ലാം പള്ളി. ഇതാ ആ പള്ളി ദൂരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരെ അവിടെ പോകണമെങ്കിൽ നല്ല ഇതിലേ ഇവിടെ എല്ലാം
മുളങ്കാടാണേ അല്ലേ? ഈ മുള ഇങ്ങനെ കിടന്ന് കിടക്കുന്നു. ഉം, ഉം, ഉം. ഇത് വെട്ടത്തില്ലേ? ഇല്ലല്ലേ? ഇപ്പം ഈ കടൽ ഇങ്ങനെ അല്ലായിരുന്നു, വെള്ളപ്പൊക്കം എല്ലാം വന്ന് ആ ഇടിഞ്ഞതാന്നോ? ശരി. മുള ഇങ്ങനെ അങ്ങ് കിടക്കുക, ഇതിങ്ങോട്ട് ചാഞ്ഞ് കിടക്കുക. ഇത് വെട്ടുവാണെങ്കിൽ നല്ല വെളിച്ചം കിട്ടും. ആഹാ, ഇത് ഏത് ഡാം? അത് ഡാമോ? ആ ഇതിലൂടെ പോകണമെങ്കിൽ സൈഡ് കൊടുത്ത് പോകണം. ഇത് കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കിക്കേ. ചെക്ക് ഡാമുണ്ട് ഇവിടെ. പിന്നെ പ്രളയം വന്നപ്പോൾ ഇവിടെ എല്ലാം ഇടിഞ്ഞ് കണ്ടില്ലേ? ഇവിടെ ഒരു ചെക്ക് ഡാം. വെള്ളം ഉണ്ടായിരുന്നോ? ആഹാ, അവിടെ അയ്യോ അങ്ങോട്ടൊക്കെ പോകരുത്, ആഴം ഉണ്ടെങ്കിലേ. അതിലൂടെ അക്കരെ കയറുമോ അപ്പോൾ ചെക്ക് ഡാമിൽ കൂടെ? ഭയങ്കര റിസ്ക് അത്. തെന്നുമില്ലേ? ഏതാ പള്ളിയിലെ സന്ധ്യ അവിടുത്തെ ലൈറ്റല്ല ഇടുമല്ലേ? ഞാനും ആദ്യം ഈ സ്ഥലത്ത് വരും കേട്ടോ. ഇങ്ങനൊരു ചെക്ക് ഡാം ഉണ്ടെന്നോ ഇവിടെ. ഇതിലൂടെ മണിമലയാറാണ് കേട്ടോ. ഇത് മണിമലയാറായി പോകുന്നത്. നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും ആഴമുണ്ട്. ആ നീലിച്ച് കിടക്കുന്ന ബ്ലൂ കളറിലുള്ളതെല്ലാം നല്ല ആഴമുള്ള സ്ഥലമാണ്. എൻ്റെ പൊന്നു സഹോദരി ഇതിൻ്റെ അങ്ങോട്ട് പോകും. അവിടെ അല്ല പച്ചച്ച് കിടക്കുന്നേ. അവിടെ ശരിക്കും ആ പച്ചച്ച് കിടക്കുന്നത്. കുളത്തൂർ മൂഴി കാണത്തില്ല ഇവിടെ നിന്ന് അല്ലേ? ആണോ? നേരത്തെ ഇവിടെ വന്ന പാലം കാണാമായിരുന്നു നമ്മൾ. തോർത്തൊക്കെ എടുത്ത് വെള്ളത്തിലൊരു ചാടം പോട്ടെ. അവിടെ അവിടെ ഇറങ്ങിയ പാലം കാണാം അങ്ങ് മേളില്. നമ്മുടെ മൂഴിക്കത്തെ പാലമില്ലേ? ആ ആ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണവും കയറുകയല്ല കരയ്ക്ക്. അങ്ങനൊരു കുഴപ്പമുണ്ട്. അങ്ങനൊരു കുഴപ്പമുണ്ട്. അല്ല ഇതെടുക്കാനല്ല ലോങ് കിട്ടുകയല്ലേ?
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.